കെടാമംഗലം സൗത്ത് വിശുദ്ധ ജോൺ മരിയ വിയാനി ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാൾ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ഊട്ടുനേർച്ചയോടെ സമാപിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആൻസൺ കോച്ചേരി PMI മുഖ്യ കാർമ്മികനായിരുന്നു. നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ഇന്ന് വിശേഷിപ്പിതാവിനെ പ്രത്യേകം ഓർത്തുകൊണ്ടോ കൊച്ചു കൊച്ചു ചാപ്പലുകളിൽ പോലും ഇത് കാണാൻ സാധിക്കും. വളരെ നിശബ്ദനായ ജീവിച്ചൊരു മനുഷ്യനാണ്. വിശ്വസിതാവിനെ ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞത് എല്ലാം നിഷ്കളങ്കമായിട്ട് അനുസരിച്ച് ഒന്നും എതിർത്ത് പറയാതെ അത്രത്തോളം ദൈവിക പരിപാലനയിൽ ആശ്രയിച്ചു ലഭിച്ചു. ഇന്ന് ഒരുപാട് പ്രശ്ന പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. TV തുറക്കാൻ നമുക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം കുടുംബ ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് മനസ്സിലാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പരാജയം പറഞ്ഞാൽ പ്രാർത്ഥനയില്ലാതെ. ഫാദർ ബിജു തോമസ് പാലപ്പറമ്പിൽ വചനപ്രഘോഷണം നടത്തി. പതിച്ചപ്പോഴാണ് ജീവിതത്തിൽ ഒരു യുവാവും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം കേട്ടിട്ട് പോലും മറുതൊന്നും ചിന്തിക്കാതെ ദൈവഹിതമെന്ന വണ്ണം തന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധമ്മയെ മാതാവിനെ സ്വീകരിച്ചു. അക്കാലത്ത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് കേരളം മുഴുവൻ നോക്കിക്കും. കേരളം മുഴുവൻ അച്ഛനാദ്യ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളുകളാണ്. കേരളം മുഴുവൻ കപേളകളായ കപേളകളും ദേവാലയങ്ങളും ഒക്കെ. പക്ഷേ ഈ 2025 ഈ ഊട്ടുതിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, മക്കളെ, നമ്മൾ ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ യൗസേപ്പിതാവ് നമ്മുടെ മുന്നിൽ നിരത്തി വെക്കുന്നുണ്ട് ഈ സമകാലീന പ്രശ്നങ്ങളിലൂടെ. വികാരി ഫാദർ ആൽബി കോണത്ത് സഹകാർമ്മികനായിരുന്നു. ജോസഫ് നാമധാരികളും കുടുംബാംഗങ്ങളും കാഴ്ച സമർപ്പണം നടത്തി. ദിവ്യബലിയെ തുടർന്ന് നേർച്ച ഭക്ഷണവും നേർച്ച പായസവും ആശീർവദിച്ചു. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ഒരു കുടുംബത്തിന് ഭക്ഷണം വിളമ്പിക്കൊണ്ട് ഊട്ടുനേർച്ചയ്ക്ക് തുടക്കം കുറിച്ചു.
വികാരി ഫാദർ ആൽബി കോണത്ത്, ജനറൽ കൺവീനർ സാബു മാർട്ടിൻ കല്ലറയ്ക്കൽ, പാരിഷ് കൗൺസിൽ, കുടുംബ യൂണിറ്റ്, കേന്ദ്ര സമിതി എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.